വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും അനുവേട്ടനും പിള്ളേരും എല്ലാവരും കൂടിയും പോണത് ഞങ്ങൾ കോൺതുന്നിൽക്കാണ് കേട്ടോ. ഇന്ന് കോൺതുന്നിൽ അവിടെ അച്ചച്ചൻ്റെ ശ്രാദ്ധാണ്. അപ്പോൾ അതേ രേണുവല്യമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും കോൺതുന്നിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് അച്ചച്ചൻ്റെ ശ്രാദ്ധായതുകൊണ്ട് എല്ലാവരും വരും. മക്കൾ 12 പേരുണ്ട്. അതിൽ 2-3 പേര് മരിച്ചിട്ടുണ്ട്. 2 പേർക്ക് അസുഖം കാരണം വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളിതേ അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ശ്രാദ്ധമൊക്കെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ലാസ്റ്റ് കാക്കയ്ക്ക് കൊടുക്കണ ആ സംഭവം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട് നമ്മളെ ശ്രാദ്ധത്തിൻ്റെ ഉണക്കച്ചോറൊക്കെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും കൂടി ചുറ്റും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ആ ശ്രാദ്ധത്തിൻ്റെ ഉണക്കച്ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കായ്പേരിയും പിന്നെന്താ നമ്മുടെ കൊണ്ടാട്ടവും ഇഞ്ചിത്തൈരും എല്ലാവരും കൂട്ടി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അവർ കഴിക്കുക. ഇത് എല്ലാ കൊല്ലവും ഉണ്ടാവണ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെയൊക്കെ കഴിച്ച് കഴിഞ്ഞതേ ഞാനും കഴിക്കാനിരുന്നിട്ടുണ്ട്. ഇനി സദ്യ ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ ശ്രാദ്ധത്തിൻ്റെ ഉണക്കച്ചോറൊക്കെ കൊണ്ടു. ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തെ ദിവസത്തെ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ കുടുംബക്ഷേത്രത്തിൽ പൂജ ഇന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അവർ ഈറനൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അവിടെ കുടുംബക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ തറവാട്ടിൽ അമ്പലത്തിലേക്ക് അച്ഛൻ്റെ ശ്രാദ്ധം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ മണമല അമ്പലത്തിലേക്ക് തൊഴാൻ പോവാണ്. അപ്പൊ ഞങ്ങള് അശ്വതിയുടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഞങ്ങളെല്ലാവരും തൊഴുതു. അവിടെ നാഗത്തമ്മമാർക്ക് പാട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തൊഴുത് കഴിഞ്ഞതേ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ചുറ്റും കൂടി ഇരിക്കൽ പതിവാണ് കേട്ടോ. അപ്പോൾ അത്ര നേരം സദ്യ കഴിയണ വരെ അവരിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും കേട്ടോ. അച്ചച്ചൻ്റെയും അച്ചമ്മയുടെയും പഴയ കഥകളും ഇവരുടെ അനുഭവങ്ങളും ഒക്കെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കും ഊണ് കഴിയണ വരെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഊണ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ സദ്യയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ അടപ്രഥമനും പിന്നെ നമ്മുടെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സദ്യ വന്ന് എല്ലാവരും സദ്യ കഴിക്കാനിരിക്കുകയാണ്. അവിടെ അതെ നമ്മുടെ പ്രതിഷ്ഠ ദിനം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കാവിലെ അല്ല ചേട്ടാ പിന്നീട് ഉണ്ടോ അശ്വതി ചോറ് അച്ഛൻ ചോറ് കൊടുപ്പ്. അതെ രുദ്രായുഷ്യം അയ്യോ ഭംഗിയിലെടുക്കാൻ മണിക്കുട്ടിയുടെ എന്നിട്ട് പറ. ഹായ്, ഞാൻ ഡോക്ടർ ലക്ഷ്മിയാണ്, ആയുർവേദ ഡോക്ടറാണ്. എന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് രുദ്ര ഐശ്യം, അതെല്ലാവരും സപ്പോർട്ട് ചെയ്യാ. പിന്നെ മണിക്കുട്ടി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് മുഖത്ത് ഈ കറുത്തപാട്, കരിവാളിപ്പ്, പിന്നെ വെയിലൊക്കെ കൊണ്ടുണ്ടാവണ കരിവാളിപ്പിന്, ഡ്രൈനെസ്സിനൊക്കെ വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് രുദ്രകാന്തി. അത് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാം.
നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെയ്താൽ മതി. അങ്ങനെ ദേ അടപ്രഥമനൊക്കെ കൂട്ടി സദ്യ കൊണ്ട് കഴിഞ്ഞ് ഞങ്ങൾ എണിറ്റിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ മണിക്കുട്ടി, അതായത് നമ്മുടെ ഡോക്ടർ ലക്ഷ്മി ആയുർവേദ ഫിസിഷ്യനാണ്. അപ്പോൾ അവളൊരു ഫേസ് ഓയിലോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കരിവാളിപ്പൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവളുടെ റിവ്യൂ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ റിവ്യൂ പറയുന്നതാണ്. എല്ലാവരും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം കേട്ടോ. നമ്മുടെ ആയുർവേദത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറൊക്കെ കൊടുക്കാം. അപ്പോൾ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ദേ സദ്യ കൊണ്ട് അടപ്രഥമനൊക്കെ കൂടി എല്ലാവരും ക്ഷീണത്തിലിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും വർത്തമാനത്തിലാണ്. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ കസിൻസ് എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു. ഇപ്പോൾ അതേ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞ് ഇപ്പം 4 പേരിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരെ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ എല്ലാവരും കൂടിയും വർത്തമാനം ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതേ അമ്മായിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അതേ ലാസ്റ്റായിപ്പോൾ അമ്മ ചായയൊക്കെ വെച്ച് വന്നു. ചായ കുടിക്കേണ്ട സമയമായപ്പോൾ അതേ എല്ലാവരും ചായയൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ ആ ടേബിളിന് ചുറ്റും ഇരുന്ന് വർത്താനമൊക്കെ പറിച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ സന്ധ്യ ഇപ്പോൾ ഞങ്ങളുടെ അവിടെ കുടുംബക്ഷേത്രത്തിൽ കലശമുണ്ട് കേട്ടോ. അപ്പോൾ കലശത്തിന് പോവാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അമ്മായിമാരുടെയും ഗ്രീഷ്മയുടെയും ഒക്കെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. തിരുവാതിരക്കളിയൊക്കെ ഉണ്ട്. പിന്നെ കുറേ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്നതേ അവിടെ നടടച്ചൊക്കെ ആയിരുന്നു. ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു തൊഴുതു. അത് കഴിഞ്ഞതേ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലശൻ്റെ അത് കഴിഞ്ഞ് സദ്യ ഉണ്ട് കേട്ടോ. അപ്പോൾ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ പരിപാടികളൊക്കെ കഴിയാറായപ്പോൾ ദേ നമ്മുടെ കലശത്തിന് വേണ്ടി നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ തുറക്കുമ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ പീസുകളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന ചിക്കൻ പീസിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. കുറച്ചുണ്ടാവുള്ളൂ, പക്ഷേ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളത് ആ പ്രസാദം മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതേ നടയൊക്കെ തുറന്ന് പൂജയൊക്കെ കഴിഞ്ഞു, എല്ലാവരും കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചിക്കൻ പീസൊക്കെ കിട്ടും. അതൊക്കെ കഴിച്ചു കേട്ടോ. ചിക്കൻ പീസൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ സദ്യയുണ്ട്, സദ്യയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കലശത്തിൻ്റെ പൊതി എല്ലാവർക്കും വീട്ടിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോഴിയും പിടിയും അപ്പവും അടയും മലരും അവിലും എല്ലാവരും കൂടി ഒരു കവറിലാക്കി എല്ലാവർക്കും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ അതൊക്കെ മേടിച്ച് ഞങ്ങളപ്പോൾ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ ബൈ, സീ യു.